സ്കൂൾ തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരഞ്ഞെടുപ്പിനിടയിലാണ് SFI KSU സംഘർഷമുണ്ടായത്. 2 വിദ്യാർത്ഥികൾക്കും ഒരു SFI പ്രവർത്തകനുമാണ് പരിക്ക് പറ്റിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയാണ്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഈ സ്കൂൾ തിരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടാകുന്നു, വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്നു. സാധാരണ സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കാറില്ലായിരുന്നു. സ്കൂളുകളിൽ പൊതുവിൽ സമാധാനപരമായാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. എങ്ങനെയാണ് ബാലരാമപുരത്ത് ഇങ്ങനെ ഒരു സംഘർഷമുണ്ടായത്? ുമ്പോൾ തന്നെ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാധാനപരമായി നടത്തണം എന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇന്നലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ KSU SFI പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആഹ്ലാദ പ്രകടനം നടന്നു. അതായത് SFI ആണ് അവിടെ ജയിച്ചതെന്നാണ് വിവരം. ആഹ്ലാദ പ്രകടനം നടന്നപ്പോൾ ആ ആഹ്ലാദ പ്രകടനം അതിരുവിടുകയായിരുന്നു. അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ പ്രചരണ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ SFI വിജയിച്ചതിന് ശേഷം KSU പ്രവർത്തകർ നിന്ന ഭാഗത്തേക്ക് വാഹനം പോവുകയോ മറ്റോ ചെയ്തു. അത് പിന്നെ തർക്കമായി. ആ തർക്കം കയ്യാങ്കളിയായി. പിന്നെ വലിയൊരു അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. ഇതിൽ തന്നെ അടിപിടി ഉണ്ടായതിനു ശേഷം ബാലരാമപുരം പോലീസ് അവിടെ സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ്റെ കാലിന് പരിക്കേറ്റു. ഒപ്പം തന്നെ 3 പ്രവർത്തകർ, ഒരു SFI പ്രവർത്തകന്റെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചു എന്നാണ് വിവരം. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അതിൽ ഒരാൾക്ക് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത് കൂടാതെ ആ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ മൂക്കിന്റെ പാലം തകർന്നു എന്ന് പറഞ്ഞ SFI പ്രവർത്തകൻ സ്കൂൾ വിദ്യാർത്ഥിയല്ല, പുറത്തുനിന്നാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പുറത്തു നിന്നുള്ള നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ആ ആള്, പരിക്കേറ്റ ഒരാൾ. 2 പേർ വിദ്യാർത്ഥികളാണ്, ഒരു +2 വിദ്യാർത്ഥികളാണ്. അതിലാണ് തലയ്ക്കും കണ്ണിനും പരിക്കേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ആ പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ കേടുപാട് സംഭവിച്ചു. ഫ്ലെക്സുകളൊക്കെ അടിച്ചു തകർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറൊക്കെ ഉണ്ടായി. എന്തായാലും പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട്.